സ്നേഹം കൊടുത്തും കൊതിച്ചും അവൾ പെയ്തൊഴിയാതെ ജൂൺ 30 മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. അത് പിന്നെ നോട്ട് അടിക്കുന്ന മെഷീനല്ല, നോട്ട് എണ്ണുന്ന മെഷീന്. ഈ പല പല ബിസിനസ്സിൽ നിന്ന് പൈസ വരുമ്പോ എല്ലാം ഒന്ന് എണ്ണി തിട്ടപ്പെടുത്താൻ വേണ്ടിയാ. അത് കൊള്ളാല്ല. ചില രാഷ്ട്രീയക്കാരുടെ വീട്ടില് ഇങ്ങനത്തെ മെഷീൻ ഉണ്ടെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ശരത്തേട്ടന്റെ വീട്ടിലും അതുണ്ടല്ലേ? ഞാൻ അവിടെ വരുമ്പോ എനിക്കത് കാണാമല്ലോ. പിന്നെന്താ, എനിക്കും അതൊന്ന് കാണണം. പാർവതിയെ കൂടെ ഒന്ന് കാണിച്ചേക്കാം. അടുക്കളയെ ലോകമെന്ന് പറഞ്ഞ് നടക്കുന്ന അവൾക്കേ ഒന്നും അറിയത്തില്ല. ഇതൊക്കെ കണ്ട വലിയ അതിശയമായിരിക്കും. ആയിക്കോട്ടെ, ഒരു വണ്ടി വിളിച്ച് ഞാൻ എല്ലാവരെയും കൊണ്ട് കാണിക്കാം. അയ്യോ, അങ്ങനെ എല്ലാരെയും ഒന്നും കൊണ്ടുപോകണ്ട ശരത്ത് മോനെ. മക്കുണിനെ മരുമോളെ അങ്ങനെ ഇപ്പൊ കാണിക്കണ്ട. ആ ഉണ്ടക്കണ്ണി കണ്ണുവെച്ചേ മെഷീൻ കേടാക്കും. മുത്തശ്ശി ആ പറഞ്ഞത് ശരിയാ. കരിങ്കണ്ണി അവര്. അതാ ഞാൻ പറഞ്ഞത്. വയ്യാതിരിക്കുന്ന നിത്യമോള് ഇങ്ങനെ സങ്കടപ്പെടുന്നത് അറിഞ്ഞ പ്രഭമോള് സഹിക്കുവോ? അതില്ല. അതാ ഞാൻ പറഞ്ഞു വരുന്നത്. ശരത്ത് മോൻ പ്രഭമോളോട് പറഞ്ഞ് ആ കാശ് വാങ്ങിച്ച് മക്കുണനെ അങ്ങ് കൊടുത്തേക്കും. അമ്മയോട് പറയത്തില്ലേ ശരത്തേട്ടാ? ഞാൻ പറയാം, പറഞ്ഞ് വാങ്ങിച്ചു കൊടുക്കാം. പൈസ നമുക്ക് അറേഞ്ച് ചെയ്യാം. എൻ്റെ നിത്യക്കുട്ടിയുടെ കാര്യത്തിനല്ലേ. അമ്മയോട് ഞാൻ ഇപ്പൊ തന്നെ വിളിച്ച് പറഞ്ഞേക്കാം. വേഗം വിളിച്ച് പറ മോനെ. അല്ലെങ്കിലേ അമ്മ വേറെ എങ്ങോട്ടെങ്കിലും പൈസ ഇൻവെസ്റ്റ് ചെയ്യും. പിന്നെ കറങ്ങി തിരിഞ്ഞ് വരാൻ സമയം എടുക്കും. ശരിയാ ശരിയാ. എന്താ രംഗ വലിയ ആലോചന? പുതിയ ബിസിനസ് സംരംഭം വല്ലതും ആണോ? അതോ പുതിയ രാഷ്ട്രീയ പാർട്ടിയുടെ രൂപീകരണത്തെ കുറിച്ചാണോ? അളിയനെ നിലമ്പൂരൊക്കെ മത്സരിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, ഘടക കക്ഷികള് സമ്മതിച്ചില്ല. കുഞ്ഞളിയൻ എന്നെ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. ഭാവിയിൽ ലോകം അംഗീകരിക്കുന്ന ഒരു വലിയ രാഷ്ട്രീയക്കാരനായി ഞാൻ മാറും. ഒരു വലിയ ബിസിനസ്സുകാരനും ആവും. അദാനിയെക്കാളും അംബാനിയെക്കാളും ഒക്കെ ഏറ്റവും വലിയ ഒരു ബിസിനസ്സുകാരൻ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പോഴേ ലീഗൽ അഡ്വൈസറായിട്ട് ഈ പാവം കുഞ്ഞളിയനെ ഒന്ന് പരിഗണിച്ചേക്കണേ. അതൊക്കെ പരിഗണിക്കാം. പക്ഷേ അതല്ല ഇവിടുത്തെ പ്രശ്നം. പ്രേമയും ചന്ദ്രലയും കൂടെ എങ്ങോട്ടാ പോയെന്നുള്ളതാണ്. അവര് ബ്യൂട്ടി പാർലറിൽ പോവാണെന്നല്ലേ പറഞ്ഞത്? എന്റെ പൊന്നു കുഞ്ഞളിയ, സ്വന്തം ചേച്ചിയെ കുഞ്ഞളിയന് ഇതുവരെ മനസ്സിലായിട്ടില്ലേ? അവള് പറയുന്നതിൽ ഒരു 30% മാത്രമേ സത്യം കാണൂ. ബാക്കിയൊക്കെ ഒന്നുകിൽ അവളുടെ ഭാവന, അല്ലെങ്കിൽ പച്ചക്കള്ളം. ഇതിപ്പോ എന്തോ തട്ടുതെറിയുടെ പരിപാടിക്കാ പോയിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ മഴ പിടിച്ചിരിക്കുന്ന സമയത്ത് പ്രേമ ഇറങ്ങത്തില്ല. ഈനാമ്പേച്ചിക്ക് മരപ്പെട്ടി കൂട്ടെന്ന് പറഞ്ഞ പോലെയാ ഇപ്പൊ ചന്ദ്രലേഖ വന്നിരിക്കുന്നത്. കുതന്ത്രങ്ങളുടെ കൂടാരമാ ചന്ദ്രലേഖയുടെ തല. പ്രേമയുടെ ആണെങ്കിൽ മണ്ടത്തരങ്ങളുടെ കൂടാരം. ഒന്ന് പുകഴ്ത്തി കൊടുത്താലേ പ്രേമയെ കൊണ്ട് എന്ത് കാര്യം ചെയ്യിക്കാം. അത് ചന്ദ്രലേഖ വ്യക്തമായിട്ട് അറിയാം. രംഗം പറഞ്ഞത് ശരിയാ. ആ കുട്ടി നമ്മൾ ഉദ്ദേശിച്ച ആളൊന്നുമല്ല. പണ്ട് മുതലൊരു വിശ്വാസമുണ്ട്, വീട്ടിൽ പൂച്ച കയറി വന്നാൽ നല്ലതാണെന്ന്, അതുപോലെ നായ കയറി വന്നാൽ അത് കാലനാണെന്ന്. ചന്ദ്രലേഖയുടെ വരവ് ഏതാണ്ട് നായ കയറി വന്നതുപോലെയാ. ആരുടെയൊക്കെ തല നടേശനും മോളും ചേർന്ന് എടുക്കുന്ന കണ്ടറിയാം. ഒന്നും നടക്കത്തില്ല. അച്ഛനൊരു വാക്ക് പറഞ്ഞാലേ അവളെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പിടിച്ച് പുറത്തിറക്കി വിടും. കുഞ്ഞളിയൻ നിയമം പഠിച്ച ആളല്ലേ. ഒരാവേശത്തിന് എടുത്തു ചാടി ഒന്നും പറയുകയും ചെയ്യുകയും ഒന്നും ചെയ്യരുത്.
ആ പെണ്ണ് പുറത്തിറങ്ങിയിട്ട് എന്തെല്ലാം വിളിച്ചു പറയുന്നു അറിയാമോ? ഇത്രയും കാലം ഈ വീട്ടിൽ താമസിച്ചല്ലേ, നമ്മളെ കുടുംബത്തിന്റെ അഭിമാനം കപ്പൽ കയറും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും നയത്തിൽ ഒഴിവാക്കി വിടാനാണ് നോക്കേണ്ടത്. നമ്മുടെ കാലിൽ മുറിയ ഒരു പൂട്ടഴിക്കുമ്പോൾ നമ്മുടെ കാല് മുറിയരുത്. അത് അഴിക്കുന്നതായിട്ട് ചങ്ങലയ്ക്ക് തോന്നുകയും ചെയ്യരുത്. എന്തായാലും പ്രേമ വരട്ടെ, നമുക്ക് നോക്കാം. ഹലോ അച്ഛ, നീ എവിടെയാ? ഞാനിവിടെ പുറത്ത് പ്രേമിച്ചിട്ട് അടുത്ത്. ഇത്തിരി മാറി നിൽക്ക്, ഒരു കാര്യം പറയട്ടെ. ഹലോ ഹലോ അച്ഛ, ഹലോ. റേഞ്ച് ഇല്ല. ഹലോ ഹലോ അച്ഛ, കേൾക്കുന്നുണ്ടോ? ഹലോ. അച്ഛ പറഞ്ഞോ, ഞാൻ മാറി. പ്രേമയെ ദേവികയുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടിട്ട് നീ ഇങ്ങ് വാ. ഞാനിവിടെ മ്യൂസിയം റോഡിലേക്ക് തിരിയുന്നിടത്തുണ്ട്. ശരി അച്ഛ. പ്രേമിച്ച് എന്നല്ലേ ദേവികയുടെ അടുത്തേക്ക് പോയിക്കോ. അച്ഛൻ എന്നെ ഒന്ന് കാണണമെന്ന്. മോളെ ധൈര്യമായിട്ട് പോകാലോ അല്ലേ? കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ലല്ലോ അല്ലേ? പ്രേമിച്ച് അവരോടൊന്ന് അപേക്ഷിച്ച് നോക്ക്. എനിക്കും സിദ്ധോടിന്റെ ഇടയിൽ നിന്ന് ഒഴിഞ്ഞു തരാൻ അപേക്ഷ സ്വരത്തിൽ ഒന്ന് പറയും. അവരതിന് സമ്മതിച്ചാ അവർക്കും കുഴപ്പമില്ല, നമുക്കും കുഴപ്പമില്ല. പ്രേമിച്ച് ചെല്ലേ.